പുലിക്ക് പിന്നിലുള്ള പുലികളെ പരിചയപ്പെടാം നമുക്ക്. സാർ പ്ലീസ് വരൂ. എന്താണ് ഇത്തവണത്തെ വിയൂർ ദേശത്തിന്റെ ഒരു പുലിക്കളി, എങ്ങനെയാണ് പ്രതീക്ഷ? തൃശൂർ കോർപ്പറേഷന്റെ ആഭിമുഖ്യത്തിൽ വളരെ വിപുലമായ പരിപാടികളോടുകൂടിയാണ് പുലിമട ഒരുങ്ങുന്നത്. അതിൽ വിയൂർ ദേശം വളരെ അതിശക്തമായാണ് ഈ വർഷം എല്ലാ സമ്മാനങ്ങളും വാരിക്കൂട്ടണം എന്നുള്ള ഒരു ഇതിലാണ് നമ്മളൊക്കെ ഇന്ന് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും അതിനുള്ള ഒരുക്കങ്ങൾ കഴിഞ്ഞ ഒരു വർഷമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 3-4 ദിവസമായിട്ട് ഇതിൻ്റെ ഏറ്റവും വലിയ 51 പുലികളോട് കൂടിയിട്ടാണ് വിയൂർ ദേശം രംഗത്തിറങ്ങുന്നത്. ഇതിൽ 51 പുലികളിൽ 3 പെൺപുലികളും ഉള്ള ഒരു സംഘമാണ്. അതോടൊപ്പം 3 ചെറിയ കുട്ടികളും ഉൾപ്പെടെ 51 പുലികളാണ് വിയൂർ ദേശം തൃശൂർ നഗരത്തിന്റെ സ്വരാജ് റൗണ്ടിലേക്ക് പോകുന്നത്. അപ്പോൾ കപ്പടിക്കുമെന്ന് ഉറപ്പാണല്ലോ നമ്മൾ? തീർച്ചയായും കപ്പ് ഞങ്ങൾക്ക് മത്സരം അതായത് വിജയിക്കാൻ വേണ്ടി മാത്രം 1ാം സമ്മാനത്തിലെത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. മാത്രമല്ല കോർപ്പറേഷൻ അനുവദിച്ച 51 പുലികളെ ഞങ്ങൾ ഇറക്കുന്നുണ്ട്. ഒരു വെറൈറ്റി എന്ന നിലയിൽ 3 സ്ത്രീകളും 3 കുട്ടികളും. അപ്പൊ എല്ലാ വിഭാഗം ജനങ്ങളിൽ നിന്നുള്ള പ്രാതിനിധ്യമുണ്ട്. കൂടാതെ ഈ തുടക്കത്തിലേക്കാണെങ്കിൽ ഇത് വേണോ വേണ്ടേ എന്നുള്ള പ്രതിസന്ധി നിലനിന്നതുകൊണ്ട് പിരിവിനിറങ്ങാനും മറ്റുള്ള ആളുകളെ കാരണമെങ്കിൽ കോണ്ടാക്ട് ചെയ്യാനുള്ള സമയപരിമിതി കാരണം മിക്കവാറും ഞങ്ങൾ മാത്രമല്ല എല്ലാ പുലിക്കളി സംഘങ്ങളും സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. ഇനി അത് എങ്ങനെ കണ്ടെത്തണം, ഇതിൽ കാരണമെങ്കിൽ കടം കൂടാതെ എങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടണം എന്നുള്ളതിനെ കുറിച്ചും ഇതിന്റെ പ്രവർത്തകര് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ്. അപ്പൊ ഈ പുലിക്കളി ഇങ്ങനെ മനോഹരമായിട്ട് നടക്കുമ്പോൾ അതിന് പിന്നിൽ ഇങ്ങനത്തെയുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ നടക്കുന്നുണ്ട്. ഗദ്ഗതങ്ങളുണ്ട്. കാരണം അതായത് ഇത് എങ്ങനെ ഈ രാമേന്ദ്രനൊക്കെയാണ് ഇതിന്റെ ഇങ്ങേരാണ് ട്രഷറർ. പക്ഷെ ഇപ്പൊ ആള് കാരണം ആകെ വേവും ചൂടുമായിട്ട് നിൽക്കുകയാണ്. വളരെ സങ്കടത്തിലാണ്. കാരണം ഒരു 15 ലക്ഷം രൂപയുണ്ടെങ്കിൽ മാത്രമാണ് ഇത് വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതിന് അത് ആ ടാർഗറ്റിലേക്ക് എത്തിയിട്ടില്ല. ഞങ്ങൾക്ക് എത്തിക്കാൻ പ്രയാസം ഉണ്ടായിരുന്നില്ല, സമയക്കുറവ് കൊണ്ട് സംഭവിച്ചതാണ്. അതുകൊണ്ട് ഇനിയും ഈ ഉള്ള 2-3 മണിക്കൂറുകൾക്കകം അത് കാരണം കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും എന്ന പ്രതീക്ഷയോടുകൂടി ഞങ്ങളുമായിട്ട് സഹകരിക്കുന്ന ആളുകളെ മുഴുവനും ഞങ്ങൾ മാറി മാറി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും സഹകരണം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ അപകടത്തിലാവില്ല എന്ന പ്രതീക്ഷയോടുകൂടി നമുക്ക് അങ്ങനെ തന്നെ മുന്നോട്ട് പോകാം. നമുക്കൊരു ഗംഭീര പുലികളി, അതിന് പിന്നിൽ താങ്കൾ പറഞ്ഞ പോലെ ഒരുപാട് പേരുടെ പ്രയത്നമുണ്ട്. ആ പ്രയത്നം നമ്മൾ കാണാതെ പോരും. അപ്പൊ എല്ലാ കാര്യങ്ങളും അങ്ങ് ഗംഭീരമായിട്ട് നടക്കട്ടെ. എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് ഡിക്ലെയർ ചെയ്ത അന്ന് തൊട്ട് ഒരുപാട് ചെറുപ്പക്കാരും ഞങ്ങളെപ്പോലുള്ള കാരണം വാർദ്ധക്യം ബാധിച്ചവരും ഒക്കെ ഇതിന്റെ പുറകിലാണ്. പക്ഷേ ഇപ്പോഴും വഞ്ചി തിരുനക്കര തന്നെയാണ് മുഴുവനും, അതായത് ഫുൾഫിൽ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞങ്ങൾ ഇതിനേക്കാൾ ഗംഭീരമായിട്ട് കാരണം സ്ത്രീകളെ ഒരു പകുതി പേരെ സ്ത്രീകളെ അറേഞ്ച് ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. ഈ വൈകിയത് കൊണ്ടാണ് ഇത് ഉണ്ടാവില്ലേ എന്നുള്ള ആ ഒരു ആകാംക്ഷയ്ക്കിടയിലാണ് കാരണം സ്ത്രീകളെ ഒഴിവാക്കാം അല്ലെങ്കിൽ കൂടുതൽ പ്രതിസന്ധിയാവും എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ കാരണം 3 പേരിൽ ഒതുക്കിയത്. എന്തായാലും ഞങ്ങൾ അതായത് 7 ടീമുകളെയും അതായത് ടീമുകളുടെ ഇടയിൽ കാരണം ഞങ്ങൾ ഒരു മത്സരക്കുതിരയാവും എന്നുള്ളതിന് സംശയിക്കേണ്ട. തൃശൂർ കോർപ്പറേഷനാണ് ഒരു 3 ലക്ഷം രൂപ നമുക്ക് ധനസഹായം നൽകുന്നത്. കോർപ്പറേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ നിന്നുള്ള പിരിവുകളും സന്നദ്ധ സംഘടനകളൊക്കെ കൂടിയിട്ടാണ് നമുക്ക് ഈ സാമ്പത്തിക സഹായം തരുന്ന സ്പോൺസർഷിപ്പ് വഴി. പക്ഷേ അത് ഒരു മാസത്തെ ഒരു ആശങ്കയുണ്ടായിരുന്നു. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ഒരു മാസത്തെ ആശങ്കയിൽ നമുക്ക് ഫണ്ടിന്റെ ഒരു അപര്യാപ്തത വന്നത് മൂലമാണ് ഒരു ചെറിയ പ്രതിസന്ധികൾ. പക്ഷെ ആ പ്രതിസന്ധിയെ മറികടക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതിനുള്ള നാട്ടുകാർ ഒരു ദേശം ഒന്നടങ്കം നമ്മുടെ കൂടെയുണ്ട്. എന്തായാലും വളരെ നല്ല രീതിയിൽ ഇന്ന് പുലിക്കളി തൃശൂർ നഗരത്തെ വിയൂർ ദേശത്തിനുള്ള ഞങ്ങളുടെ ഔദ്യോഗികമായിട്ടുള്ള ഓൾ ദ ബെസ്റ്റ് കൂടി ഞങ്ങൾ ലൈവിൽ പറയുകയാണ്. ചേട്ടന്മാരെ നമുക്ക് എല്ലാ പ്രതിസന്ധികളെയും മറികടക്കണം. അപ്പൊ നമുക്ക് ഒന്നിച്ചൊരു ആർപ്പോ ഹീറോ വിളിച്ചങ്ങ് നിർത്തിയാലോ? ഇത് തുടങ്ങുന്നേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും ഇവിടെ തുടങ്ങുന്നേ ഉള്ളൂ പരിപാടികൾ എന്നുള്ളതാണ്. നമ്മൾ ഉച്ചയാകുമ്പോഴേക്കും അത് ഗംഭീരം അതിന്റെ അങ്ങേയറ്റത്തേക്ക് എത്തും. നമ്മളത് പ്രേക്ഷകരിലേക്ക് തത്സമയം എത്തിക്കുകയും ചെയ്യും.